ഹലോ, നമുക്കിന്നൊരു ബോ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതായത് നമ്മൾ ഡ്രസ്സിൻ്റെയൊക്കെ ബാക്കിൽ വയ്ക്കുന്ന, ഗൗണിൻ്റെയൊക്കെ ബാക്കിൽ വയ്ക്കുന്ന ബോ, അതാണ് നമ്മൾ തയ്ക്കുന്നത്. അതിനായിട്ട് ഞാൻ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ 12 ഇഞ്ചാണ് എടുക്കുന്നത്. 12 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 12 ഇഞ്ചാണ്. അത് നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ അളവിനനുസരിച്ച് കട്ട് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഒരു മോഡൽ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ലെങ്തിൻ്റെ എത്രയാണോ നമ്മൾ ലെങ്ത് എടുത്തത്, ലെങ്തിൻ്റെ നേർ പകുതിയായിരിക്കണം നമ്മൾ വിട്ടെടുക്കേണ്ടത്. അതായത് എന്നാലേ നമുക്ക് ആ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ അത് ഇപ്പം 12ആണ് ഞാൻ എടുത്തത്, 15 എടുക്കണേ 15 എടുക്കുക. അപ്പോൾ അതിൻ്റെ പകുതി ആയിട്ടോ 7.5 അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാവുള്ളൂ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 12 ഇഞ്ചാണ്. അതിൻ്റെ പകുതി ഞാൻ 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. 6 ഇഞ്ച് എടുത്തിട്ട് നമുക്കത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. നല്ലപോലെ കട്ട് ചെയ്തെടുക്കണേ. കട്ട് ചെയ്തതിന് ശേഷം ഞാനിതിന് ടെയിലും കൂടെ വെക്കുന്നുണ്ട്. ബോ മാത്രമല്ല, ബോയ്ക്ക് ഞാൻ വാല് പോലുള്ള സംഭവം കൂടെ വെക്കുന്നുണ്ട്. അതിനായിട്ട് അതിന് ഞാൻ 12 ഇഞ്ച് എടുക്കുന്നത്. 10 ഇഞ്ചൊക്കെ മതി. ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ 12 ഇഞ്ച് എടുത്തേക്കുന്നതാണ്. 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് പക്ഷേ ലെങ്തും വിട്ടും സെയിം ആയിരിക്കണം. ലെങ്തും വിട്ടും, അതായത് ഞാൻ കാണിച്ചു തരാൻ തയ്ക്കുമ്പോൾ ലെങ്തും വിട്ടും 12 തന്നെ എടുക്കണം. ഞാൻ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതും നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. കാരണം 10 ഇഞ്ച് എടുത്താലും അതിന് ഭംഗിയാണ്. നമ്മൾ ബോ എങ്ങനെയാണോ വെക്കുന്നത് അതിൻ്റെ വീതിക്ക് അനുസരിച്ചുള്ള ലെങ്തും വിത്തും ഇതിനെടുക്കുക. ആ നീളം എന്താണ് നമുക്ക് വേണ്ടത്, അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. കറക്റ്റായിട്ട് നല്ലതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണേ. ഇനി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ കോണോട് കോണ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. കാരണം നമ്മൾ ഒരേ അളവാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയാണ് ടെയിലായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കൊരു 1 ഇഞ്ച് വിട്ടിൽ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത്, അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ബോയ്ക്ക് നമ്മളിങ്ങനെ ചുറ്റും വെക്കാനുള്ള സംഭവമാണ്. അതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച്, ഒരു ശകലം മതി. ഞാനത് 1 ഇഞ്ച് വിട്ടിൽ എടുക്കുകയാണ്. അത് നമ്മൾ രണ്ടായിട്ട് മടക്കി അടിച്ചാൽ മതി. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ഞാൻ ആ ചെറിയ പീസ് രണ്ടായിട്ട് മടക്കി അടിച്ചെടുക്കുകയാണ്. അത് നമുക്ക് തിരിച്ചിടണം. ഒരു ഇറുക്കിലി ഉപയോഗിച്ച് നമുക്കത് തിരിച്ചിടണം. ചെറിയൊരു കഷ്ണം മതി. അത് നമുക്ക് ഈ ഒരു ഇറുക്കിലി ഉപയോഗിച്ച് അത് മറിച്ചിട്ടിട്ട് ശേഷം നമുക്ക് ബോ തയ്ച്ചെടുക്കണം. അത് ഞാൻ മറിച്ചിടുകയാണ്. മറിച്ചത് ലെവലിൽ കിട്ടിയിട്ടുണ്ട്, കിട്ടുക. എന്നിട്ട് ബോ തയ്ക്കാനായിട്ട് നമ്മൾ ആ പീസിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഒരു തുണി രണ്ടായിട്ട്, അതായത് നല്ല വശം അകത്താണ്, ഞാൻ പുറത്ത് വന്നേക്കുന്ന വശം ചീത്ത വശമാണ്. ഇനി ഞാൻ വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ ആ 2 വശം അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിതിങ്ങനെ ചെയ്തിട്ട് ഞാൻ ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നടുക്കത്തെ ഗ്യാപ്പ് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ആ തയ്യൽ തുമ്പ് മടക്കോട് കൂടി കിട്ടും. നമ്മൾ തയ്ക്കുമ്പോഴത്തേക്ക് നൂല് വലിഞ്ഞു വരികയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഫോൾഡ് ചെയ്ത വശമായിരിക്കും നമുക്ക് ഹെമ്മിങ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തയ്ച്ചെടുക്കുന്നത്. ഇതിങ്ങനെ നേരെ കൂട്ടി അടിച്ചാണെങ്കിലും എടുക്കാം. കൂട്ടി അടിച്ചിട്ട് നടുക്ക് സെൻറ്റർ ഭാഗത്തൊരു ഹോൾ വരത്തക്ക രീതിയിൽ ഒരു ഗ്യാപ്പിട്ട് തയ്ച്ചാൽ അങ്ങോട്ട് നമുക്ക് മറിച്ചിടാൻ എളുപ്പമാണ്. ഞാൻ ചെയ്യുന്നത് ഈ രീതിയിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചേക്കുന്നത്. നമുക്കങ്ങനെ 2 വശം അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. കാരണം ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിനി അത് മറിച്ചിടണം. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ആ 4 മൂലയും, അതായത് ആ കോണ് വശങ്ങളെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. എന്നാലും നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് തിരിച്ചിട്ട് നമുക്ക് കുത്തിയെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചേക്കുന്നത് പോലെ തന്നെ നമ്മുടെ കൈ കൊണ്ട് നമുക്ക് ആ വിരൽ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതെല്ലാം ഒന്ന് മറിച്ചെടുക്കുക. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഈർക്കിലി ഉപയോഗിച്ച് എല്ലാ കോണുകളും ഒരേപോലെ ആക്കിയെടുക്കണം. അപ്പോൾ നമുക്കിനി ഈർക്കിലി എടുത്തതെല്ലാം ഒന്ന് കുത്തി റെഡിയാക്കിയെടുക്കാം. നമ്മളതിൻ്റെ മൂലയെല്ലാം കട്ട് ചെയ്ത് വിട്ടേക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ ഈർക്കിലിയുടെ തുമ്പ് കൊണ്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. നമുക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ലതുപോലെ കോർത്ത രീതിയിൽ തന്നെ ആ മൂലയെല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കിനി അത് ഹെമ്മിങ് ചെയ്തെടുക്കണം. കാരണം ആ നടുക്കലത്തെ ഭാഗം ആ ഫോൾഡ് ചെയ്തേക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം. ഹെമ്മിങ് ചെയ്തെടുക്കാനായിട്ട് നടുക്കലത്തെ ആ ഗ്യാപ്പുള്ള വശത്ത് നമുക്ക് ഹെമ്മിങ് ചെയ്യുന്ന അറിയാമല്ലോ, അതായത് കുത്തി കുത്തി വിട്ട് കൊടുത്തത് അപ്പുറത്തെ ഭാഗത്ത് കൊള്ളരുത്. ആ മേലത്തെ ഈ ഫോൾഡ് ചെയ്ത പീസിന് മാത്രമേ കൊള്ളാവുള്ളൂ. ഫ്രണ്ട് വശത്തോട്ട് സൂചി കയറി കൊള്ളരുത്. നല്ലതുപോലെ ഇച്ചിരി ഗ്യാപ്പിട്ടോ അടുപ്പിച്ചോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. കാരണം ഹെമ്മിങ് ചെയ്ത് വലിക്കുമ്പോഴത്തേക്ക് ജോയിൻ്റ്, കാരണം നമ്മളിനി ചുരുക്കി വെക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഉള്ളിൽ പോവുകയാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. അതങ്ങ് കറക്റ്റായിട്ട് കിട്ടിക്കോളും. എന്നിട്ട് അങ്ങനെ ഹെമ്മിങ് ചെയ്തതിന് ശേഷം നമുക്കിനി അത് ഞുറുവിട്ട് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്ച്ച് വെച്ചേക്കുന്ന പീസിൻ്റെ നടുക്കലത്തെ ഭാഗം, അത് സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പോയിൻറ്റിൽ കൂടെ വേണം നമുക്ക് സൂചി കുത്തി അത് ഞുറുവാക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ 2 വശവും 2 വീതിയായി പോകും. അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഞാൻ കാണിച്ചേക്കുന്ന പോലെ തന്നെ സൂചി കുത്തി വലിച്ചാൽ മതി. അപ്പോൾ കുഞ്ഞു ഞുറുവായിട്ട് നമുക്ക് കിട്ടി. ബോ പെർഫെക്റ്റായിട്ട് കിട്ടും. ഓരോ അടുപ്പിച്ച് കുത്തണേ, ഒരുപാട് അങ്ങ് ഗ്യാപ്പായി പോകരുത്, അന്നേരം വൃത്തികേടാണ്. അടുപ്പിച്ച് കുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ബോ പോലെ കിട്ടുന്നതുണ്ടോ. എന്നിട്ട് ആ 2 വശം ഒരുപോലെ പിടിച്ചുകൊണ്ട് കുത്തി വലിച്ച്
സൂചി ഒന്നുകൂടെ കുത്തിയിറക്കി കറക്റ്റായിട്ട് വെക്കണം. എന്നിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുക്കുമ്പോഴത്തേക്ക് കണ്ടോ, രണ്ട് സൈഡ് ഒരുപോലെ തന്നെ കിട്ടി. ടൈറ്റായിട്ട് ചുറ്റണേ, എന്നാലേ അങ്ങനെ കിട്ടത്തുള്ളൂ. എന്നിട്ട് സൂചി കൊണ്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കണം. ചെയ്യേണ്ട രീതിയിലെല്ലാം ഞാൻ കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുത്തി കറക്റ്റായിട്ട് വേണ്ട രണ്ട് സൈഡിലും കുത്തി. സൂചി കുത്തുമ്പോൾ നമ്മൾ ഒരുപാട് കനമുള്ള പീസ് അല്ലാത്തതുകൊണ്ട് കിട്ടും. എന്നിട്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം അത്. അപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി ബോയ്ക്ക് നടുക്കത്തെ സംഭവം നമുക്ക് ചുറ്റി പിടിപ്പിക്കണം. അത് നമുക്ക് പിന്നെ പിടിപ്പിക്കാം. ഇനി നമുക്ക് ടെയിൽ ചെയ്യാം. ടെയിൽ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോണോട് കോണ് തുണി മടക്കി ഇടുക. നല്ല വശം അകത്ത് പോകാത്ത രീതിയിൽ വെക്കുക. ചീത്ത വശം കറക്റ്റായിട്ട് പിടിച്ചുകൊണ്ട് നമുക്കിനി അത് അടിച്ചു മാറ്റാം. കോണോട് കോണാണ് വെക്കേണ്ടത്. കോണോട് കോണ് വെച്ച് കറക്റ്റായിട്ട് തയ്ച്ച് കൊടുക്കുക. ഞാൻ എല്ലാത്തിനും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുവേ. അതുകൊണ്ട് ഞാനിപ്പം ഒരു സൈഡ് അടിച്ചതിന് ഞാൻ ഡബിൾ സ്റ്റിച്ചായിട്ട് കൊടുക്കുകയാണ്. ഒരു സ്റ്റിച്ചൂടെ അടിച്ച് ഇട്ടതിന് ശേഷം അപ്പുറത്തെ വശം നമുക്ക് അതുപോലെ തന്നെ തയ്ച്ചിടണം. ഫ്രണ്ട് ആദ്യം ഞാൻ തുടങ്ങിയ ഭാഗം ലോക്ക് ചെയ്യരുത് കേട്ടോ. ലോക്ക് ചെയ്താൽ നമുക്ക് തിരിച്ചിടേണ്ടതാണ്. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടിക്കാനേ. ഞാൻ വീഡിയോ കാണിക്കുമ്പോഴത്തേക്ക് ഒത്തിരി അടുത്താണ് ഞാൻ അടിക്കുന്ന പോലെ കാണുന്നുണ്ട്. പക്ഷേ അത്ര അടുത്തല്ല ഞാൻ അടിക്കുന്നത്. ഞാൻ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അതുപോലെ നമ്മൾ നേരത്തെ എല്ലാ ഭാഗത്തെയും കോണുകൾ കട്ട് ചെയ്ത് മാറ്റിയതുപോലെ തന്നെ ഇതിലും നമുക്ക് ആ കോണെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. കണ്ടോ, ഒരു തുടങ്ങുന്നിടത്ത് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടാലേ നമുക്കിങ്ങനെ തിരിച്ചിടാനായിട്ട് പറ്റത്തുള്ളേ. എന്നിട്ട് ഈർക്കിലി എടുത്തിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ സെയിം രീതിയിൽ ഈർക്കിലി ഉപയോഗിച്ച് കോണെല്ലാം കറക്റ്റായിട്ട് കുത്തി പോയിൻറ്റ് കറക്റ്റ് വരത്തക്ക രീതിയിൽ തന്നെ ആക്കിയെടുക്കണേ. വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇനിയും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതും കറക്റ്റ് നടുക്കലത്തെ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് നേരത്തെ സൂചി ഉപയോഗിച്ച് നമുക്ക് കുത്തി ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി ഞാൻ നടുക്കത്തെ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ആ ഓപ്പൺ ചെയ്ത ഭാഗം ഒന്ന് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടുന്ന് സൂചി കുത്തി തുടങ്ങണം. സൂചി കുത്തി കറക്റ്റായിട്ട് നമ്മളിപ്പം ബോയ്ക്ക് ചെയ്തതുപോലെ തന്നെ സൂചി കുത്തി അങ്ങ് അറ്റം വരെ നടുക്കത്തെ ആ പോയിൻ്റ് വരച്ചേക്കുന്ന രീതിയിൽ തന്നെ അതേപോലെ തന്നെ തയ്ച്ചെടുക്കണേ. അങ്ങനെ തയ്ച്ചിട്ട് കുത്തി ഇറക്കിയിട്ട് സൂചി അത് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കണ്ടോ ചുരുക്കിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ടെയിലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് നൂല് കറക്കി ടൈറ്റ് ചെയ്തെടുക്കാം. ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കുത്തി ലോക്കിട്ട് കൊടുക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം ആ ലോക്കിട്ട് കെട്ടിയതിന് ശേഷം നമുക്കിനി എന്ത് ചെയ്യണം, ബോയും ടെയിലും കൂടെ ഒന്ന് ഒന്നിച്ചാക്കി കൊടുക്കണം. അതിന് വേണ്ടി ഇങ്ങനെ ഞാൻ വീഡിയോ കാണിച്ചേക്കുന്ന പോലെയാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമുക്ക് ആ ബോയ്ക്ക് നമ്മൾ ആ പീസ് വെച്ച് അടിച്ചിട്ടില്ല. അതിന് വേണ്ടി ആ പീസ് ഒന്ന് വെച്ച് എന്ത് വേണ്ടി വേണമെന്നൊന്ന് ലെവൽ പിടിച്ച് നോക്കാം. എന്നിട്ട് ബാക്കി കഷ്ണം കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ആ ടെയിലിൽ നിന്ന് സൂചി എടുത്തിട്ടില്ല. എന്നോർത്ത് ഒന്നിച്ചങ്ങ് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം ബോ ചെയ്യുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ അത്ര എളുപ്പമാണ്. ഞാൻ ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ടെയിലെ വെച്ചുകൊണ്ട് തന്നെ ഞാനത് ലോക്കിട്ടെടുക്കുകയാണ്. കണ്ടോ, വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്, നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒന്ന് നമുക്ക് ലോക്കിട്ട് കൊടുക്കണം. ആ പീസ് വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷം ടെയിലും അതും കൂടെ യോജിപ്പിച്ച് കൊടുക്കണം. നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണേ, അല്ലെങ്കിൽ അഴിഞ്ഞു പോകും. നമുക്ക് മെഷീനിൽ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കണം. നല്ലപോലെ കുത്തിയിറക്കി 2-3 പ്രാവശ്യം കുത്തിയിറക്കി ടൈറ്റാക്കി കൊടുക്കണം. അപ്പം നമുക്കത് നല്ലപോലെ നിന്ന് തയ്ച്ചെടുക്കാം. ബോയ്ക്ക് നീളവും വീതിയൊക്കെ കൂട്ടണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയെടുക്കാൻ കേട്ടോ. ആളെ വലിച്ചിരിച്ച് വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതി. അപ്പോൾ ഞാനത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.